എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഭക്തന്മാരുടെ ഒരു സങ്കടം ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. പാവപ്പെട്ട പല ഭക്തന്മാർക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള ഒരു വിശ്വാസം അവരിലുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാ ക്ഷേത്രങ്ങളിലും ചെന്നിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ ദുരിതങ്ങൾ മാറുന്നില്ല. അത് എന്തുകൊണ്ടാണ് അത് മാറാത്തത്? അപ്പോൾ അതിനുള്ള ഒരു വിദ്യ നമുക്ക് നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ വിഷയങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മുടെ ബോധമനസ്സ് പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് സമർപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റൂ. എങ്ങനെ ഈശ്വരനായിട്ട് സ്ഥാപിക്കുക? നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത്, ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തെ മനസ്സിൽ ആജ്ഞാചക്രത്തിൽ സ്മരിച്ചുകൊണ്ട് നമ്മളെ ബോധത്തിന് ഉപബോധ മനസ്സുമായിട്ട് ചേർത്ത് ഈശ്വരനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈശ്വരനോട് പ്രശ്നങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ തലച്ചോറിൽ എന്താ പ്രശ്നങ്ങളില്ലെന്ന് ഈശ്വരനറിയാം. അതാ വേറെ പ്രശ്നം. നമ്മളിത് ഒന്നും അറിയാത്ത ആളോടാ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നവിടെ. പക്ഷെ നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മളുടെ ബോധമനസ്സ് പൂർണ്ണമായിട്ടും ഇതിൽ ആ ബിന്ദുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അതായത് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ബോധത്തിൻ്റെ അഗാധ മണ്ഡലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈശ്വരനെ ഒരു സംഗതി അറിയുക. അങ്ങനെ ചെയ്യുകൊണ്ട്, അതായത് ബോധമനസ്സ് ഇൻഡിവിജ്വൽ കോൺഷ്യസ് സൂപ്പർ കോൺഷ്യസ് ആയിട്ട് ചേരുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ് ഉണ്ട് ബോധമനസ്സ്, അത് സൂപ്പർ കോൺഷ്യസ് ആയിട്ട്, അതായത് നമ്മുടെ സൂപ്പർ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ പരമമായ ബോധത്തോട് ചേർക്കുക. അതാണ് ലക്ഷ്യം. അല്ലാണ്ട് വെറുതെ തൊഴുതിട്ട് അങ്ങനെ കളിച്ചതുകൊണ്ട് എത്തൂല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എത്തൂ. അതെല്ലാ മേഖലകളും അങ്ങനെ തന്നെ. നമ്മളൊരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് പാസ്സായി വരും. അത് കുട്ടികൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ. കുട്ടികളെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വിഷയങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എന്നാലേ എത്തൂ. വെറുതെ പുസ്തകം എടുത്ത് മറിച്ചിട്ടാൽ കുട്ടിക്ക് പാസ്സാവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെറുതെ പോയി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ പോയി പറഞ്ഞിന് മറ്റേ സ്ഥലത്ത് പോയി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി മുതൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മളെ ബോധമനസ്സിനെ പൂർണ്ണമായിട്ടും ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഇതെനിക്ക് പറയാനുണ്ട്. കൂടുതൽ പേർക്ക് പറയാൻ സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇത് നിർത്തുകയാണ്. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കാൻ വേണം, ഷെയർ ചെയ്യാൻ വേണം, ലൈക്ക് ചെയ്യാൻ വേണം. എന്നാലും പുതിയ വീഡിയോ എത്തുമ്പോൾ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് നമസ്കാരം, നന്ദി. നാളെ പിന്നെയും കാണാം.